ഇന്നൊരു വെറൈറ്റി ഡിന്നർ ആയാലോ? അതിനായിട്ട് ആദ്യം തന്നെ 3 മുട്ട എടുത്ത് ഇതുപോലെ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം. അത് നമ്മൾ എത്ര പേർക്ക് ആയിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അതിന്റെ അളവനുസരിച്ചിട്ട് വേണം സവാള എടുക്കാൻ. സവാള ആഡ് ചെയ്തതിന് ശേഷം വേവാൻ പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ജീരകം ഓയിലിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനാണ് ആദ്യം തന്നെ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം തക്കാളിയും ക്യാപ്സിക്കം എടുത്തിട്ട് ഈ പരുവത്തിലാക്കുക. എന്നിട്ട് ഇതും കൂടി സവാളയിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. അതിലേക്ക് തന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഗ്രേവി ആക്കി എടുക്കുക. അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതിനുശേഷം ബോയിൽ ചെയ്തിട്ടുള്ള മുട്ട, ഇത് ഹാഫ് ബോയിൽഡ് ആണ്, അത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഈ പരുവാവും. ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ട് റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.